ഇതാ കാൽവരിയിൽ നിനക്ക് വേണ്ടി ഉയർത്തപ്പെട്ട കുരിശ്. ഇതാ കാൽവരി മലയിൽ നിനക്ക് വേണ്ടി സഹിച്ച നിന്റെ കർത്താവ്. ഈശോയെ, നീ എനിക്ക് വേണ്ടി സഹിച്ചതിന് ഞാൻ നിനക്ക് നന്ദി പറയുന്നു. കരങ്ങൾ മാറോട് ചേർത്ത് വയ്ക്കുമ്പോൾ തമ്പുരാന്റെ സ്നേഹമാണ് നമ്മളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നത്. കുരിശ് അപ്പൻ്റെ സ്നേഹമാണല്ലോ. ആ കുരിശിനോട് നമ്മളെ ചേർത്ത് നിർത്തുമ്പോൾ അപ്പൻ്റെ സ്നേഹത്തോട് തന്നെയാണ് നമ്മൾ ചേർന്നിരിക്കുന്നത്. കണ്ണുകൾ തുറന്ന് മൊബൈൽ സ്ക്രീനിലേക്ക് നോക്കാം. ഇതാ യേശു നമുക്ക് വേണ്ടി മുറിയപ്പെട്ടവനായി. ഇതാ അവന്റെ ശിരസിൽ മുൾമുടി വെച്ചിരിക്കുന്നു. യേശുവിന്റെ ശിരസിൽ വെച്ചിരിക്കുന്ന മുൾമുടികളിലേക്ക് നോക്കിക്കേ. ജെറുസലേം വീഥികളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അവന്റെ ശിരസിൽ വെച്ചിരിക്കുന്ന മുൾമുടി. അതിന്റെ നീളം എന്ന് പറയുന്നത് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, വലിയൊരു ആണിയുടെ നീളമുണ്ട്. അത് ശിരസിൽ മുൾമുടി പോലെ ഉണ്ടാക്കി വെച്ച് ശിരസിലേക്ക് വെച്ചിട്ട് വടികൊണ്ടും മറ്റുപകരണങ്ങൾ കൊണ്ടൊക്കെ ആ മുൾ കിരീടത്തിൽ അടിക്കുമ്പോൾ മുള്ളുകൾ ശിരസിലേക്ക് ആഴ്ന്നു മാറും. അതിൽ നിന്നും രക്തം ഇങ്ങനെ ചീറ്റുന്ന അവസ്ഥയിലേക്ക്. കർത്താവിന്റെ മുഖത്തോടൊഴുകുന്ന രക്തം ഇതാ അവന്റെ നെറ്റിത്തടങ്ങൾ കുത്തിത്തുളർക്കപ്പെട്ടതും അവന്റെ ശിരസ് പിളർക്കപ്പെട്ടതുമായ രക്തമാണ്. മോളെ, മോനെ, കർത്താവിന്റെ മുമ്പിൽ ഒരു നിമിഷം മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാം. കാരണം എല്ലാ പാപവും ആരംഭിക്കുന്നത് നമ്മുടെ ചിന്തയിലാണ്. എല്ലാ പാപവും ആരംഭിക്കുന്നത് നമ്മുടെ ചിന്തയിലാണ്. അതുകൊണ്ടാണല്ലോ കർത്താവ് ആദ്യം സഹിച്ചത്, ആദ്യം രക്തം ചിന്തിയത് അവന്റെ ശിരസിൽ വെച്ച മുൾമുടിയിലാണ്. നമ്മുടെ ബുദ്ധി, നമ്മുടെ ചിന്ത, നമ്മുടെ ആലോചനകള്, നമ്മുടെ ആഗ്രഹങ്ങള്, ഇതൊക്കെ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി ഈ നിമിഷം എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, നിന്റെ ശിരസിൽ മുൾമുടി വെച്ച് ശിരസിൽ നിന്നൊഴുകിയ തിരിച്ചോരയാൽ ഞങ്ങളുടെ ബുദ്ധിയെ കഴുകണമേ, ഞങ്ങളുടെ ചിന്തകളെ കഴുകണമേ. ഏതെങ്കിലുമൊക്കെ നെഗറ്റീവ് ചിന്തകൾ ഞങ്ങളെ ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലുമൊക്കെ ആകുല ചിന്തകൾ ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെങ്കിൽ, കർത്താവേ, നിന്റെ തിരുരക്തം കൊണ്ട് ഈ നിമിഷം ഞങ്ങളുടെ ചിന്തകളെ കഴുകണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ ചിന്തകളിൽ എത്രമാത്രം പാപം നമ്മൾ ചെയ്തിട്ടുണ്ട് കർത്താവിനെതിരെ. ചിന്തകളിലാണല്ലോ എല്ലാ പാപവും ആരംഭിച്ചത്. ഒരു പാപം അതിന്റെ പൂർത്തീകരണത്തിലേക്ക് വരുന്നതിന് മുമ്പ് അത് ആരംഭിച്ച നമ്മുടെ ചിന്തകളിലല്ലേ. ഇതാ കർത്താവ് കാൽവരി കുരിശിൽ പ്രവേശിക്കുന്നതിന് മുമ്പ്, തന്റെ കൈകാലുകൾ കുത്തി തുറക്കപ്പെടുന്നതിന് മുമ്പ് തന്റെ ശിരസിൽ മുൾമുടി വെച്ചു. ആ ശിരസിൽ വെച്ച മുൾമുടി നമ്മുടെ ബുദ്ധി, ചിന്ത, ആലോചനകളെല്ലാം വിശുദ്ധീകരിക്കാൻ, പാപത്തിന്റെ ആദ്യ ചായ്വുകളെ വരെ വിശുദ്ധീകരിക്കുന്നതായിരുന്നു കർത്താവ് ഏറ്റെടുത്ത സഹനവും കർത്താവ് ചിന്തിയ രക്തവും. മാപ്പ് ചോദിക്കാം. കർത്താവേ, എവിടെയെങ്കിലുമൊക്കെ ഞങ്ങളുടെ ചിന്തകളിൽ നിന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ, തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിച്ച് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. നിന്റെ തിരുരക്തത്താൽ കഴുകണമേ എന്ന് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങളുടെ ബുദ്ധി, ഞങ്ങളുടെ വൈകാരികതകള് ഇതെല്ലാം നിന്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. താഴ്ന്ന സ്വരത്തിൽ എല്ലാ മക്കളും സ്തുതിച്ചു കൊണ്ടിരിക്കുക. വിശ്വാസത്തിൽ ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ രണ്ട് കരങ്ങൾ ശിരസിലേക്ക് എടുത്ത് വെക്കുക.
നിങ്ങളുടെ ശിരസിൽ വെച്ചിരിക്കുന്ന കരങ്ങൾ യേശുവിൻ്റെ കരമാണെന്ന് വിശ്വസിക്കുക. ആ മുറിവിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന തിരിച്ചോര നിന്റെ ചിന്തകളെ കഴുകട്ടെ, നിന്റെ ബുദ്ധിയെ കഴുകട്ടെ, നിന്റെ ഓർമ്മകളെ കഴുകട്ടെ. നിന്റെ മനസ്സിനകത്ത് എല്ലാ മുറിവുകളെയും ഈ നിമിഷം കഴുകാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, നിന്റെ തിരുമുറിവിൽ നിന്നൊഴുകി ഇറങ്ങും തിരിച്ചോരയാൽ ഞങ്ങളെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിക്കട്ടെ. ഇതാ കർത്താവിൻ്റെ കരം നിന്റെ ശിരസിൽ വെച്ചിരിക്കുന്നു. അവിടുത്തെ മുറിവേറ്റ കരത്തിൽ നിനക്ക് സൗഖ്യമുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഈ നിമിഷം നിങ്ങൾ സ്വസ്ഥാനങ്ങളിൽ കയറിയിരിക്കുക. നിങ്ങളുടെ കരങ്ങൾ രണ്ടും തുറന്ന് നിങ്ങളുടെ മടിയിൽ വയ്ക്കുക. ഈ കരങ്ങൾ കൊണ്ട് ചെയ്തിട്ടുള്ള പാപങ്ങൾ ഓർത്ത് തമ്പുരാന്റെ മുമ്പിൽ മാപ്പ് ചോദിക്കാവോ? നിങ്ങളുടെ കരങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള പാപങ്ങൾ, നിങ്ങൾ കരങ്ങൾ കൊണ്ട് വേദനിപ്പിച്ചവരുണ്ടല്ലോ. പക്ഷേ സ്വന്തം അപ്പനും അമ്മയും മുറിവേൽപ്പിച്ചവരുണ്ടാകാം, സ്വന്തം മക്കളെ കാരണമായി പീഡിപ്പിച്ചവരുണ്ടാകാം. ആ കൈകൾ കുത്തി തുറക്കപ്പെട്ടപ്പോൾ മക്കളെ കുരിശിനോട് ചേർത്ത് വെച്ചാണ് കർത്താവിൻ്റെ കരങ്ങൾ ആണികളാൽ തറയ്ക്കപ്പെട്ടത്. യേശുവിനോടുകൂടെ നമ്മുടെ കരങ്ങളും തറയ്ക്കപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് നമ്മുടെ കരങ്ങൾ യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ച് തറച്ചതാണ്. നമ്മൾ കിടക്കുന്നതിൻ്റെ മറുപുറത്ത് ഇതാ യേശു കുരിശിൽ കിടക്കുകയാണ്. യേശു തൻ്റെ കരങ്ങൾ കൊണ്ട് എങ്ങനെ സ്നേഹിച്ചുവോ, യേശു തൻ്റെ കരങ്ങൾ കൊണ്ട് എങ്ങനെ അധ്വാനിച്ചുവോ, യേശു തൻ്റെ കരങ്ങൾ കൊണ്ട് എങ്ങനെ സൗഖ്യം നൽകിയോ, അതുപോലെ അനുകമ്പയുടെ, സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ ഒക്കെ സ്പർശനങ്ങൾ നൽകാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അതിന് വിപരീതമായി മനസ്സിന് മുറിപ്പെടുത്തുകയും ജീവിതത്തെ വല്ലാതെ ഭാരപ്പെടുത്തുകയും അസ്വസ്ഥപ്പെടുത്തുകയും നമ്മുടെ കൂടെ വസിക്കുന്നവർക്ക് വല്ലാത്ത നൊമ്പരവും സങ്കടമൊക്കെ നമ്മൾ സമ്മാനിച്ചിട്ടുണ്ടോ? മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ കരങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള എല്ലാ പാപങ്ങളെ ഓർത്ത് ഇതാ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ കരങ്ങളിലൂടെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, നീ കാൽവരി കുരിശിൽ കരങ്ങൾ വിരിച്ചു പിടിച്ച് കർത്താവേ കുരിശിലേക്ക് ചേർത്ത് വെച്ച് നിന്റെ കരങ്ങൾ അടിച്ചപ്പോ ആ കരങ്ങളിൽ നിന്നും ഉതിർന്നു വീണ ചുടിച്ചോരയുണ്ടല്ലോ കർത്താവേ, ആ രക്തത്താൽ ഞങ്ങളിപ്പോൾ കഴുകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോ, രക്തം കൊണ്ട് ഞങ്ങളുടെ കരങ്ങളെ നീ കഴുകണമേ. പാപഭംഗിലമായ ഞങ്ങളുടെ കരങ്ങളെ നിന്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ. അശുദ്ധ പാപങ്ങൾക്ക് ഞങ്ങളുടെ കരങ്ങളെ വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ കർത്താവേ, ഞങ്ങളുടെ കരങ്ങളെ നീ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അവിശുദ്ധമായ കാര്യങ്ങൾക്ക് ഞങ്ങളുടെ കരങ്ങൾ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവേ, ഞങ്ങളുടെ കരങ്ങളെ നീ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അശുദ്ധമായ സ്പർശനത്തിനായി ഞങ്ങളുടെ കരങ്ങളെ കർത്താവെ ഞങ്ങൾ വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ കർത്താവെ, ഞങ്ങളുടെ കരങ്ങളെ നീ വിശുദ്ധീകരിക്കണമേ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. ഇത് മക്കളെ, ദൈവത്തിന്റെ വലിയ കരുണയുടെ ദിനമാണ്. ഈശോ നമ്മളോട് കാണിച്ച വലിയ സ്നേഹമാണ് കുരിശിൽ നമ്മൾ കാണുക. ആ സ്നേഹത്തിനുള്ള പ്രത്യുത്തരമാണ് ഈ ഭൂമിയിലെ നമ്മുടെ ഐഹിക ജീവിതമെന്ന് പൗലോസ് പറഞ്ഞില്ലേ? ആ സ്നേഹത്തിനുള്ള പ്രത്യുത്തരമാണ് നമ്മുടെ ജീവിതം. ആ സ്നേഹത്തോട് പ്രത്യുത്തരിക്കുന്ന ഒരു ദൈവ പൈതൽ തന്റെ കരങ്ങളെ കർത്താവിന്റെ കുരിശിനോട് ചേർത്ത് വെച്ച് തറച്ചവനാണ്. കർത്താവെ, ആ തിരുമുറിവിൽ നിന്നൊഴുകുന്ന നിന്റെ കരങ്ങൾ തുറക്കപ്പെട്ടപ്പോൾ അതിലൂടെ
ഒഴുകിയിറങ്ങിയ തിരിച്ചോരയാൽ ഞങ്ങളുടെ കരങ്ങളെ നീ കഴുകണമേ. പ്രാർത്ഥിക്കട്ടെ. മലിനമായി പോയ കരങ്ങളെ കഴുകണമേ. സ്നേഹത്തിന്റെ തലോടകളുകൾ നിഷേധിച്ച ഞങ്ങളുടെ കരങ്ങളെ നീ കഴുകണമേ. കാരുണ്യത്തിന്റെ സ്പർശനങ്ങൾ നിഷേധിച്ച് ഞങ്ങളുടെ കരങ്ങളെ നീ കഴുകണമേ. വിശുദ്ധിയുടെ പാനപാത്രം എടുത്തുയർത്താൻ വിസമ്മതിച്ച് ഞങ്ങളുടെ കരങ്ങളെ നീ കഴുകണമേ. പാപത്തിന്റെ കറ പുരണ്ട ഞങ്ങളുടെ കരങ്ങളെ നീ കഴുകണമേ. കർത്താവേ, കൊലപാതകത്തിന്റെ കറ പുരണ്ട കരങ്ങളാണ് ഞങ്ങളുടേത്. അബോർഷൻ മൂലമോ സഹോദരങ്ങളോടുള്ള വെറുപ്പ് മൂലമോ ഒരുപക്ഷെ കൊലപാതകത്തിന്റെ കറ പുരണ്ട കരങ്ങളാണോ നമ്മുടെ കരങ്ങളെങ്കിൽ തമ്പുരാനോട് പറഞ്ഞ കർത്താവേ, എന്റെ കരങ്ങളെ നീ കഴുകണമേ. താഴ്ന്ന സ്വരത്തിൽ നിങ്ങളുടെ കരങ്ങൾ തുറന്ന് യാതനാപൂർവം പിടിച്ചുകൊണ്ട് കർത്താവിന്റെ കരങ്ങളെ കഴുകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, നിന്റെ മുറിവേറ്റ കരങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ നീ മുറിഞ്ഞത്. കർത്താവേ, നിന്റെ കരങ്ങൾ, ആ കരങ്ങൾ കുത്തി തുറക്കപ്പെട്ടത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ. ഈശോയെ, ആ തിരുമുറിവിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയുടെ വരവേൽ കർത്താവേ നീ മുറിയപ്പെട്ടപ്പോൾ ഞങ്ങളെ ഓർത്തതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ സ്നേഹിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പാപം ചെയ്യാതെ ജീവിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, പാപം ചെയ്യാതെ ജീവിക്കാൻ ഈശോ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. ഈശോയെ, ആരാധന, ഈശോയെ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ആരാധന. കർത്താവിന്റെ സന്നിധിയിൽ മാപ്പ് യാചിച്ചുകൊണ്ട് നമ്മുടെ കരങ്ങളിലൂടെ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും കർത്താവെ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉള്ളുകൊണ്ട് ഏതാനും നിമിഷം കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. നമ്മുടെ കാൽപാദങ്ങൾ നീട്ടിവെക്കാം. നിങ്ങളുടെ കാൽപാദങ്ങൾ നീട്ടിവെക്കുക. എന്നിട്ട് നമ്മുടെ കാലുകൾ പാപത്തിന് ഹേതുവായിട്ടുണ്ടല്ലോ. എത്ര വട്ടം കർത്താവിലേക്ക് നടന്നു നീങ്ങേണ്ട നമ്മൾ പാപത്തിലേക്കാണ് നടന്നു പോയത്. എത്രയോ വട്ടം കർത്താവിൻ്റെ സ്നേഹത്തിനായി സഞ്ചരിക്കേണ്ട നമ്മുടെ കാലുകൾ പാപത്തിനായിട്ടാണ് നമ്മുടെ കാലുകളെ നമ്മൾ വിട്ടുകൊടുത്തത്. എത്രമാത്രം ദൈവത്തിൻ്റെ കരുണ അത് സ്വന്തമാക്കാൻ നടന്നു നീങ്ങേണ്ട നമ്മുടെ കാലുകൾ പലാവർത്തി പാപത്തിനായിട്ടല്ലേ നമ്മൾ ചലിപ്പിച്ചത്. അപ്പോൾ ചോദിച്ചു പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ കാലുകളിലൂടെ ഞങ്ങളുടെ ജീവിത യാത്രകളിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും മാപ്പ് ചോദിക്കാം. പരദൂഷണം പറയാൻ നടന്നു നീങ്ങിയിട്ടില്ലേ? കുറ്റം പറയാൻ ഒത്തിരി നടന്നിട്ടില്ലേ? മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ ഒത്തിരി നടന്നിട്ടില്ലേ? അങ്ങനെ പലപ്പോഴും നടന്നുപോയ വഴികൾ ദൈവസ്നേഹത്തിന്റെ വഴികളല്ലായിരുന്നുവെന്ന് തിരിച്ചറിയുന്നില്ലേ? കഠിന ഹൃദയത്തിൻ്റെയും കാപഢ്യ ഹൃദയത്തിൻ്റെയും അശുദ്ധ ഹൃദയത്തിൻ്റെയും ഒക്കെയല്ലേ നമ്മുടെ ഇന്നലകളിൽ നമ്മുടെ യാത്രകളിൽ നമ്മൾ കടന്നുപോയത്. മാപ്പ് ചോദിച്ചു പ്രാർത്ഥിക്കാം. ഇതാ കാൽവരി കുരിശിൽ ഈശോ കിടക്കുമ്പോൾ യേശുവിനെ കുരിശിൽ കിടത്തി അവന്റെ കൈകളിൽ ആണിയടിച്ചതിന് ശേഷം ഇതാ അവന്റെ കാൽപാദങ്ങൾ ചേർത്ത് വെച്ചു. എന്നിട്ട് ആ കാൽപാദത്തിങ്കിലേക്ക് ആണി അടിച്ചു കയറ്റുകയാണ്. കുരിശിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അവന്റെ കാൽപാദങ്ങൾ ഒരുമിച്ച് വെച്ചിട്ട്
ഇതാ ഒരു കാൽപാദത്തിൽ നിന്ന് മറ്റൊരു കാൽപാദത്തിലേക്ക്, അതിൽ നിന്നും ഇതാ കുരിശിലേക്ക്, അവന്റെ മുറിവിലേക്ക് ഇതാ ആണി അടിച്ചു കയറ്റുന്നു. നമുക്ക് വേണ്ടിയല്ലേ ഈശോ സഹിച്ചത്? നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയല്ലേ ഈശോ സഹിച്ചത്? നമ്മൾ പാപത്തിൽ സഞ്ചരിക്കാതിരിക്കാൻ വേണ്ടിയല്ലേ അവൻ തൻ്റെ കാലുകൾ കൊണ്ട്, തൻ്റെ മുറിവേറ്റ കാലുകൾ കൊണ്ട് സഹനങ്ങൾ ഏറ്റെടുത്ത് തൻ്റെ കാലുകൾ മുറിയപ്പെടാൻ ദൈവം അനുവദിച്ചത് നമ്മൾ ഒരിക്കലും പാപത്തിൽ സഞ്ചരിക്കാനില്ല. അതുകൊണ്ടല്ലേ മക്കളെ, കർത്താവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടവരാണ് നമ്മൾ. നമ്മുടെ കാലുകളും അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമുള്ളിടത്ത് എനിക്ക് പോകാൻ പറ്റില്ല. മറിച്ച് എൻ്റെ കർത്താവ് എങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുവോ അങ്ങോട്ട് പോകാനേ സാധിക്കൂ എന്നുള്ളതാണ് കർത്താവ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ കാലുകൾ അവന്റെ കുരിശിനോട് ചേർത്ത് വെച്ച് തറച്ചതാണ്. യേശുവിന്റെ കുരിശിനോട് ചേർത്ത് വെച്ച് നമ്മുടെ കാലുകൾ തറച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് സ്വാതന്ത്ര്യമില്ല. നമുക്ക് സ്വാതന്ത്ര്യം, കുരിശിൽ തറയ്ക്കപ്പെട്ട കാലുകൾക്ക് എവിടെയാ സ്വാതന്ത്ര്യം? കുരിശിൽ തറയ്ക്കപ്പെട്ട കാലുകൾക്ക് എവിടെയാ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് എനിക്ക് ഇനി ചലിക്കാൻ പറ്റില്ല. എന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എനിക്കിനി പോകാൻ പറ്റില്ല. എന്റെ സ്വപ്നങ്ങളെ എനിക്ക് പിന്തുടരാൻ പറ്റില്ല. മറിച്ച് യേശുവിന്റെ സ്വപ്നങ്ങളെ, യേശുവിന്റെ ഇഷ്ടങ്ങളെ മാത്രമേ എനിക്ക് പിഞ്ചെല്ലാൻ പറ്റൂ. അതുകൊണ്ടാണ് എന്റെ കാലുകളെ അവന്റെ കുരിശിനോട് ചേർത്ത് വെച്ച് തറച്ചിരിക്കുന്നത്. കുതറി മാറിയാൽ എത്രമാത്രം വേദന നമുക്കുണ്ടാകും നമുക്കറിയാം. കാരണം നമ്മുടെ കാലുകൾ തറയ്ക്കപ്പെട്ട് കഴിഞ്ഞു അവന്റെ കുരിശിനോട് ചേർത്ത്. ഈശോയെ, ഈ ദിവസക്കാലം ഞങ്ങളെ തന്നെ ഞങ്ങൾ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ശിരസിനെ, പാപത്തിന്റെ ആരംഭ ദിശയെ, ഞങ്ങളുടെ കൈകളെ, പാപം ചെയ്യാൻ ഉപയോഗിച്ച കൈകളെ, ഞങ്ങളുടെ കാലുകളെ, പാപത്തിലേക്ക് നടന്നു നീങ്ങിയ കാലുകൾ എല്ലാം നിന്റെ തിരുരക്തം കൊണ്ട് തന്നെ നീ കഴുകണമേ. കർത്താവേ, നിന്റെ തിരിച്ചോരയാൽ നീ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കാം. കരങ്ങൾ രണ്ടും നിങ്ങളുടെ മാറോട് ചേർത്ത് പിടിച്ച് നിങ്ങളുടെ ജീവിതം കൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ദൈവേഷ്ടത്തെ ബലികഴിച്ച് സഞ്ചരിച്ച ജീവിതത്തിന്റെ ഇന്നലകള് നമ്മുടെ ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ ഉണ്ടല്ലോ. അപ്പൊ ചോദിച്ച് പ്രാർത്ഥിക്കുക. ജീവിതത്തിന്റെ, കുടുംബത്തിന്റെ ഒക്കെ പല തകർച്ചകളുടെയും അസ്വസ്ഥതകളുടെയും പിന്നിലുള്ള കാരണവും അത് തന്നെയല്ലേ? എന്താ? ദൈവത്തിന്റെ വഴികൾ ഉപേക്ഷിച്ചിട്ട് സ്വന്തം വഴികളെ പിന്തുടരുന്നതല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ, പല ജീവിതത്തിന്റെയും തകർച്ചകളുടെ കാരണം? ഈശോയെ, ഞങ്ങളുടെ കുടുംബം തകരാൻ, ഞങ്ങളുടെ മക്കള് തകരാൻ, ഞങ്ങളുടെ മാതാപിതാക്കളെ തകരാൻ, ഞങ്ങളുടെ വരുമാന മാർഗങ്ങൾ തകരാൻ ഒക്കെ കാരണം ഞങ്ങൾ നിന്റെ വഴിയിൽ നിന്നും വ്യതിചലിച്ചതാണെങ്കിൽ, നിന്റെ വഴികളിൽ നിന്നും വ്യതിചലിച്ച് സഞ്ചരിച്ചതാണ് കാരണമെങ്കിൽ, കർത്താവേ, ഞങ്ങളിതാ മാപ്പ് ചോദിക്കുന്നു. മാപ്പ് ചോദിക്കട്ടെ. ആത്മാർത്ഥമായിട്ട് എല്ലാ മക്കളും ഹൃദയം കൊണ്ട് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുക. താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിക്കട്ടെ. നിങ്ങളുടെ കാലുകൾ ഇതാ കർത്താവിന്റെ തിരുരക്തം കൊണ്ട് കഴുകപ്പെടുന്ന നിമിഷങ്ങളാണ്. യേശുവേ, ഈശോയെ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ആരാധന, 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 ആരാധന. കർത്താവേ, പാപത്തിന് ഞങ്ങൾ വിട്ടുകൊടുത്ത ഞങ്ങളുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെയും നീ കഴുകണമേ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പാപത്തിന് വേണ്ടി വിട്ടുകൊടുത്ത ഞങ്ങളുടെ ശരീരത്തിന്റെ ഓരോ മേഖലകളെയും കർത്താവേ, നിന്റെ തിരുരക്തം കൊണ്ട് ഇപ്പോൾ കഴുകണമേ. ഈശോയെ, കഴുകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളെ നീ കഴുകണമേ കർത്താവേ. ഞങ്ങളുടെ കൈകാലുകളെ നീ കഴുകണമേ കർത്താവേ. ഞങ്ങളുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും പാപത്തിനു വേണ്ടി ചലിപ്പിച്ച ഏതെങ്കിലും അവയവങ്ങളുണ്ടെങ്കിൽ അവയവങ്ങളെല്ലാം യേശുവേ നിന്റെ തിരുരക്തം കൊണ്ട് ഇപ്പോൾ കഴുകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ.
തിരുരക്തത്താലെ കഴുകിയിടേണമേ തിരുനാഥ എന്നെ പൂർണ്ണമായി തിരുരക്തത്താലെ കഴുകിയിടേണമേ തിരുനാഥ എന്നെ പൂർണ്ണമായി തിരുരക്തത്താലെ കഴുകിയിടേണമേ തിരുനാഥ എന്നെ പൂർണ്ണമായി തിരുരക്തത്താലെ കഴുകിയിടേണമേ തിരുനാഥ എന്നെ പൂർണ്ണമായി. സ്വസ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ കരങ്ങൾ രണ്ടും മാറോട് ചേർത്ത് പിടിച്ച് മക്കളെ, സ്നേഹത്തിന്റെ ഇരിപ്പിടം ഹൃദയമാണെന്നല്ലേ പറയുക. കർത്താവ് ഒരു ഹൃദയം തന്നത് നമ്മുടെ കർത്താവിനെ സ്നേഹിക്കാനല്ലേ. നമ്മുടെ ഹൃദയത്തിൽ തിന്മ നിരൂപിച്ചിട്ടില്ലേ? അവരെ നശിച്ചു പോകണമെന്ന് ആഗ്രഹിച്ചിട്ടില്ലേ? പ്രതികാര ചിന്തയോടെ പെരുമാറിയിട്ടില്ലേ? വെറുപ്പും വിദ്വേഷമൊക്കെ ഹൃദയത്തിൽ കൊണ്ട് നടന്നിട്ടില്ലേ? സ്നേഹത്തിന് വിപരീതമായ മനോഭാവങ്ങൾ കൊണ്ട് നടന്നിട്ടില്ലേ? ഇതാ കർത്താവ് തന്റെ മാറിടം നമുക്ക് വേണ്ടി കുത്തി തുറന്നു. അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. ഇതാ യേശുവിന്റെ മാറിടം, അവന്റെ ഹൃദയമാണ് മക്കളെ നമുക്ക് വേണ്ടി തുറക്കപ്പെട്ടത്. ഇതാ തുറക്കപ്പെട്ട ഹൃദയം, അത് എന്നോടുള്ള സ്നേഹമാണ്. എന്നെ കർത്താവിന്റെ സ്നേഹത്തിൽ വിശുദ്ധീകരിക്കാനാണ് അവൻ തന്റെ ഹൃദയം കുത്തി തുറന്നത്. അവന്റെ മാറ് കുത്തി തുറക്കാൻ അവൻ അനുവദിച്ചത്. അവിടെ നിന്ന് രക്തവും വെള്ളം ഒഴുകി എന്നല്ലേ വചനം പറയുന്നത്. അവന്റെ മാറ് കുത്തി തുറന്നവന്റെ കണ്ണുകളിലേക്ക് ആ കുരിശിൽ നിന്നും രക്തവും വെള്ളം ഒഴുകിയപ്പോൾ അന്ധമായി കിടന്നിരുന്നവന്റെ കണ്ണുകൾക്ക് സൗഖ്യം നൽകിയവനാണ് കർത്താവെങ്കിൽ. മക്കളെ, ഇതാ തന്റെ മരണത്തിന് ശേഷവും ഈശോ നമ്മെ സ്നേഹിക്കുന്നു. ഇതാ തന്റെ മരണത്തിനപ്പുറവും അവന്റെ സ്നേഹം നമ്മളെ പിന്തുടരുന്നു എന്നതിന്റെ തെളിവല്ലേ. ജീവിതത്തിൽ മാത്രമല്ല അവൻ നമ്മെ സ്നേഹിച്ചത്, മരണത്തിലും മരണത്തിനപ്പുറവും അവന്റെ സ്നേഹം നിലനിൽക്കുന്നതാണെന്നല്ലേ. മരിച്ചു കഴിഞ്ഞു എന്ന് തീർച്ചപ്പെടുത്താൻ വേണ്ടി അവന്റെ ചങ്കിലേക്ക് ഇതാ കുന്തം കുത്തി തുറക്കപ്പെട്ടപ്പോൾ, കുന്തം കൊണ്ട് കുത്തി തുറക്കപ്പെട്ടപ്പോൾ ആ ചങ്കിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരിച്ചോരയും തിരിജലവും കുത്തി തുറന്നവന്റെ കണ്ണുകളിലേക്ക് ഒഴുകിയിറങ്ങിയപ്പോൾ അവന്റെ കണ്ണുകൾക്ക് അത് സൗഖ്യമായിട്ട് മാറിയില്ലേ? കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തെ നീ വിശുദ്ധീകരിക്കണമേ. മലിനമായി പോയ ഞങ്ങളുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ. സ്നേഹത്തിന്റെ ഭാവങ്ങളും ഭാവനകളും എല്ലാം നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ ഹൃദയത്തെ കർത്താവേ നിന്റെ തിരിച്ചോരയാൽ നീ കഴുകണമേ. കർത്താവിന്റെ തിരുവിലാവിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരിച്ചോരയാൽ നമ്മളെ കഴുകണമേ എന്ന് ഈ നിമിഷം എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. ദൈവത്തോട് വെറുപ്പ് സൂക്ഷിക്കുന്ന മക്കളുണ്ടോ? സഹോദരങ്ങളോട് വെറുപ്പ് സൂക്ഷിക്കുന്ന മക്കളുണ്ടോ? ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. കർത്താവേ, നിന്റെ തിരിച്ചോരയാൽ എന്നെ കഴുകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, കരങ്ങളെ മാറോട് ചേർത്ത് പിടിച്ച് ഇന്നോളം നമ്മുടെ ഹൃദയത്തിൽ ഊറിക്കൂടിയിട്ടുള്ള സകല മാലിന്യങ്ങളും കഴുകപ്പെടാൻ ആഗ്രഹിക്കുക. ഹൃദയം വെടിപ്പാക്കിയാൽ മക്കളെ പ്രാർത്ഥിക്കാൻ പറ്റും. ഹൃദയം വെടിപ്പോടെ സൂക്ഷിച്ചാൽ നമുക്ക് ദൈവത്തെ വിളിക്കാൻ പറ്റും. ഈശോയെ,
കണ്ടാലോ ആളറിയുകില്ല. ഈശോയെ ഉഴവുചാൽ പോൽ മുറിഞ്ഞിടുന്നു, കണ്ടാലോ മുഖശോഭയില്ല. ഈശോ ചോരയാൽ നിറഞ്ഞൊഴുകിയിടുന്നു, ആമേൻ. കണ്ടാലോ ആളറിയുകില്ല. ഈശോയെ ഉഴവുചാൽ പോൽ മുറിഞ്ഞിടുന്നു, കണ്ടാലോ മുഖശോഭയില്ല. ചോരയാൽ നിറഞ്ഞൊഴുകിയിടുന്നു, മകനേ മകളേ നീ മാന്യനായിടുവാൻ. നീ മാന്യനാകാൻ വേണ്ടിയാ മകളേ ഈശോ സഹിച്ചത്, മകനേ ഈശോ പിടഞ്ഞു മരിച്ചത്. നീ മാന്യയായിടുവാൻ. ഈശോ കാൽവരിയിൽ നിനക്കായി പിടഞ്ഞിടുന്നു, ആമേൻ. കാൽക്കാരങ്ങൾ നിനക്കായി തുളയ്ക്കപ്പെട്ടു. ഈശോയെ കാൽവരിയിൽ നിനക്കായി പിടഞ്ഞിടുന്നു, എന്റെ ഈശോയെ കാൽക്കാരങ്ങൾ നിനക്കായി തുളയ്ക്കപ്പെട്ടു. മകനേ നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. മകനേ നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. കണ്ടാലോ ആളറിയുകില്ല. ഈശോയെ ഉഴവുചാൽ പോൽ മുറിഞ്ഞിടുന്നു, കണ്ടാലോ മുഖശോഭയില്ല. ഈശോ ചോരയാൽ നിറഞ്ഞൊഴുകിയിടുന്നു. മോനെ മോനെ ഈ കാൽവരിയിൽ ഈശോ സഹിച്ചപ്പോ ഈശോ കണ്ടത് തന്നെയാ. ഈശോ സഹിച്ചതും ഈശോ മരിച്ചതും പാടുപീടുകൾ ഏറ്റെടുത്തതും എന്റെയും നിന്റെയും പാപത്തെ പ്രതിയ. ഓരോ വട്ടം നമ്മൾ പാപം ചെയ്യുമ്പോ അവന്റെ ചങ്കിലേക്കിതാ കുന്തം കൊണ്ട് നമ്മൾ കുത്തിപ്പിളർക്കുകയല്ലേ. ഓരോ പ്രാവശ്യം നമ്മൾ പാപം ചെയ്യുമ്പോ, ഹൃദയം കൊണ്ട് പാപം ചെയ്യുമ്പോ അവന്റെ തിരുവിലാവ് കുന്തം കൊണ്ട് നമ്മൾ കുത്തിപ്പിളർക്കുകയല്ലേ. നമ്മുടെ കൈകാലുകൾ കൊണ്ട് നമ്മുടെ ചിന്തകളിൽ പാപം ചെയ്യുമ്പോ മോനെ അവന്റെ ശിരസിൽ മുൾമുടി വെച്ച് അവന്റെ കൈകാലുകൾ ആണിപ്പഴുതിലേക്ക് ചേർത്ത് വെച്ച് വീണ്ടും അവനെ കുരിശിൽ തറയ്ക്കുകയല്ലേ ഞങ്ങൾ ചെയ്യുക. ഈശോയെ പാപ്പ ചോദിക്കുന്നു, ഈശോ ഞങ്ങൾക്കറിയാം ഞങ്ങൾ ബലഹീനതകളുണ്ടെന്ന്, ഈശോ ഞങ്ങൾക്കറിയാം ഞങ്ങളിൽ പാപത്തിന്റെ ചായ്വുകൾ ഉണ്ടെന്ന്, ഈശോ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കുറവുകളുണ്ടെന്ന്. തമ്പുരാനെ ഞങ്ങളുടെ ബലഹീനതകളെ നിന്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ. ഞങ്ങളുടെ ഹൃദയത്തെ നീ കഴുകണമേ. ഈശോയെ ഹൃദയത്തിന്റെ ഭാവനകളെ കഴുകണമേ. ഹൃദയത്തിന്റെ ഭാവഭേദങ്ങളെല്ലാം കഴുകണമേ. നിന്റെ സ്നേഹത്തിലേക്ക് ഞങ്ങളുടെ ഹൃദയത്തെ ചലിക്കണമേ. നിന്റെ സ്നേഹത്തിലേക്ക്, പരിശുദ്ധമായ സ്നേഹത്തിലേക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ ചലിപ്പിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന. മാറുപിളർന്നൊരു സ്നേഹമേ, മാതാവിനേക്കാളും സ്നേഹിക്കും സ്നേഹമേ, ചാരേ അണഞ്ഞിടുന്നു. നിന്റെ പാദം വണങ്ങിടുന്നു. മാറുപിളർന്നൊരു സ്നേഹമേ, മാതാവിനേക്കാളും സ്നേഹിക്കും സ്നേഹമേ, ചാരേ അണഞ്ഞിടുന്നു. നിന്റെ പാദം വണങ്ങിടുന്നു.
താഴ്ന്ന സ്വരത്തിൽ എല്ലാ മക്കളും ഏതാനും നിമിഷം കൂടി കർത്താവിനെ സ്തുതിക്കട്ടെ. അവൻ്റെ സഹനം, പീഡാനുഭവങ്ങൾ, മരണം എല്ലാം നമുക്ക് നേടിത്തന്ന രക്ഷയോർത്ത് നമുക്ക് നന്ദി പറയാം. ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ആരാധന. കർത്താവേ, കുരിശിൽ എൻ്റെ സ്നേഹം ഞാൻ കാണുന്നു. ആരാധന, ആരാധന. കുരിശിൽ കണ്ടു സ്നേഹത്തെ, കുരിശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. കുരിശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, എന്നാരോഗ്യം നൽകുന്നു താതനായി. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു താതനായി. പകരം എന്തു നൽകും ഞാനിനി, ദേശത്തെങ്ങും പോകും സുവിശേഷവുമായി. ആമേൻ. ദേശത്തെങ്ങും പോകും സുവിശേഷവുമായി. ദേശത്തെങ്ങും പോകും സുവിശേഷവുമായി. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് കർത്താവിൻ്റെ സ്നേഹത്തിൽ ലയിച്ച് ദൈവത്തിന് നന്ദി പറയാം. ഈ ദിനം സ്വർഗം നമുക്കായി സമ്മാനിച്ചതിന്, നമുക്ക് വേണ്ടി കാൽവരിയുടെ നെറുകയിൽ എത്രമാത്രം വില കൊടുത്തവനാണ് നമ്മുടെ കർത്താവ്. നമ്മൾ വിലയുള്ളവരാണെന്ന് സ്വർഗം നമ്മളെ ബോധ്യപ്പെടുത്തിയില്ലേ? സ്വന്തം പുത്രന്റെ അവസാനത്തുള്ളി രക്തവും കാൽവരിയിൽ വിലയായി നൽകിക്കൊണ്ടല്ലേ സ്വർഗം നമ്മളെ വീണ്ടെടുത്തത്. എന്ന് പറഞ്ഞാൽ പുത്രന്റെ രക്തത്തോളം വിലയുള്ളവരാണ് നമ്മളെന്നല്ലേ സ്വർഗം നമുക്ക് പറഞ്ഞു തന്നത്. ഈശോയെ, നീ ഞങ്ങളോട് കാണിച്ച സ്നേഹത്തിനും കാരുണ്യത്തിനൊക്കെ നന്ദി. ക്രൂശിത, നിന്റെ സ്നേഹത്തിന് നന്ദി. ക്രൂശിത, നിന്റെ കാരുണ്യത്തിന് നന്ദി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ